ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടതാണ്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ പുഴുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനും സഹായിക്കും. അതുപോലെ തന്നെ ഗോബി കുറച്ച് വെന്ത് കിട്ടുകയും ചെയ്യും. മാക്സിമം ഒരു 7 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല. 7 മിനിറ്റ് കഴിയുമ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം പച്ചവെള്ളത്തിൽ ഒന്നുകൂടി കഴുകി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്ന കോളിഫ്ലവർ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിത് നേരെ ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ കോളിഫ്ലവർ ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 2 സൈഡും നല്ല ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ സെമി ഗ്രേവി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ ഇതിലേക്ക് എല്ലാം അരിഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ക്യാപ്സിക്കം സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് 1 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് സെമി ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നത് കാരണം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പം നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി എത്തുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ റെഡ് കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിൻ്റെ നാച്ചുറലായിട്ടുള്ള കളറാണിത്. അപ്പം നിങ്ങൾക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതൊരു 2 മിനിറ്റ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.